ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ ISO കുറിച്ചാണ്. ISO ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ ഒരു വീഡിയോ എൻ്റെ കൊളീഗ്സ് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മൾ ISO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നും അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നും. അപ്പോൾ ISO നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റാൻഡർഡൈസേഷൻ, നമ്മുടെ കമ്പനിക്ക് ഒരു സ്റ്റാൻഡർഡൈസേഷൻ കീപ്പ് ചെയ്യുന്നതിന്, ഒരു ക്വാളിറ്റി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ISO നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പല കമ്പനീസിനും ISOയുടെ ഇമ്പോർട്ടൻസ് ശരിക്കും അറിയത്തില്ല. അപ്പം നിങ്ങളൊരു ഓൺട്രപ്രണറാണ്, നിങ്ങളൊരു ബിസിനസ് ഓണറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ISO നിങ്ങളത് എടുക്കുക നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി. ജനറലായിട്ടുള്ള നമുക്ക് കോമൺ ആയിട്ടുള്ള ISO ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതെ തന്നെ നിങ്ങളുടെ കമ്പനിയുടെ ബ്രാൻഡ് വാല്യൂ തീർച്ചയായും കൂടുന്നതാണ്. സോ അതിൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ അതിൻ്റെ അസിസ്റ്റൻസ് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ വേണമെന്ന് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ അസിസ്റ്റൻസ്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതാണ്. അല്ലെങ്കിൽ അതിനെ നമുക്ക് ചെയ്യാൻ പറ്റും, അതിൻ്റെ അസിസ്റ്റൻസ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ISO നിങ്ങളുടെ കമ്പനിക്ക് ഉണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഒരുപാട് ബ്രാൻഡ് വാല്യൂ കൂട്ടുന്ന ഒരു സംഭവമാണ് ഈ ISO എന്ന് പറയുന്നത്.